കല്ലാച്ചി ടൗൺ നവീകരണം മുടങ്ങി. സ്ഥലമേറ്റെടുപ്പിലെ തർക്കങ്ങളാണ് നിർമ്മാണ പ്രവൃത്തികൾ തടസ്സപ്പെടാൻ കാരണമായത്. കല്ലാച്ചി ടൗണിൽ ഓട്ടോ സ്റ്റാൻഡിനോട് ചേർന്ന പ്രദേശത്താണ് റോഡ് പണി തുടങ്ങിയിരിക്കുന്നത്. ഓട്ടോ തൊഴിലാളികളുടെ പ്രതികരണത്തിലേക്ക്. ജോബിജാലിയുടെ പണി ഇപ്പോൾ നിന്നിട്ടാണ് നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് നമ്മൾ വണ്ടി വരെ മുക്കാനാത്ര അവസ്ഥയല്ല. ഇതിപ്പോൾ ഏതോ ഒരു വ്യക്തിയുടെ സ്ഥലത്തിൻ്റെ പേരിലാണ് ഇവിടെ പണി നിന്നിട്ടുള്ളത്. ഇപ്പോൾ പഞ്ചായത്തിൽ ഇടപെട്ടിട്ട് ഇതിന് പരിഹാരം കാണണം. എന്നിട്ട് നമുക്ക് ദയനീയ അവസ്ഥയാണ്. അത് വണ്ടി വരെ മൊത്തം വരുന്നുണ്ട്. റോഡ് മൊത്തം ബ്ലോക്കാണ്. പിന്നെ കാണില്ല സൈഡിലുള്ള ഇവിടുന്ന് മുഴുവനും പോകുന്നത് ആൾക്കാർ. ഇന്നലെ ഒരു പെണ്ണുങ്ങളെ പോകാൻ പോയി. കലിപ്പൂർ നടന്നിട്ട് പെണ്ണുങ്ങളെ ഇന്നലെ പോകാൻ പോയി. കലിപ്പൂർ നടന്നിട്ട് പെണ്ണുങ്ങൾ പോകാൻ പോയി. നടന്നു പോകുന്നതിനെ ബുദ്ധിമുട്ടാണ്. ഇവിടെ വണ്ടി റോഡിൽ വലിയ പ്രയാസമാണ്. ഇതെന്തെങ്കിലും ഒരു പരിഹാരം കാണും. പരിഹാരം കാണിച്ച് നമ്മളൊരു ഇതായിക്കണം. ആണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവില്ല. വണ്ടി ഒക്കെ തീരെ ആകുന്നില്ല, റോഡിനാകുന്നില്ല, റോഡ് ബ്ലോക്കാണ്. പഞ്ചായത്തിൽ ഇടപെട്ട് പരിഹാരം ബന്ധപ്പെട്ട് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ സമയത്ത് ഇതിൻ്റെ വർക്ക് നടത്തിയതാണ്. അന്ന് ഭരണസമിതി ആ തെരഞ്ഞെടുപ്പിൻ്റെ അടുത്തായത് കൊണ്ടായിരിക്കാം അവരുടെ ആളുകളുടെ സ്ഥാപനങ്ങൾ പൊളിച്ചു കഴിഞ്ഞാൽ അവർക്ക് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നുള്ളത് കൊണ്ടായിരിക്കാം അന്ന് ഈ വർക്ക് നീണ്ടുപോയത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വീണ്ടും വർക്ക് തുടങ്ങിയപ്പോൾ ഇത് ഭരണകക്ഷിയുടെ ആളുകൾ, പഞ്ചായത്ത് ഭരണകക്ഷിയുടെ ആളുകളെ ഒഴിവാക്കി അവർക്ക് അനുകൂലമായ രീതിയിൽ ഈ റോഡ് വികസനത്തിന് സഹായം അവരുടെ കെട്ടിടങ്ങൾക്ക് സഹായം ചെയ്യുന്ന തരത്തിലാണ് ഇതിൻ്റെ വാക്കിപ്പം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതാണിപ്പോൾ ഇവിടെ തടഞ്ഞിട്ടുള്ളത്. ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഏറെക്കാലമായി കല്ലാച്ചി ടൗണിലെ വ്യാപാരികളും അതുപോലെ തന്നെ യാത്രക്കാരും പൊതുജനങ്ങളെല്ലാം ഈ റോഡ് വികസനമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ ഒരു 250 ഓട്ടോറിക്ഷകളുണ്ട്. ഈ ഓട്ടോറിക്ഷകൾക്ക് പാർക്ക് ചെയ്യാനുള്ളൊരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കല്ലാച്ചി ടൗണിൻ്റെ ഹൃദയഭാഗം എന്ന ഭാഗം. ഇതിൻ്റെ വർക്കിങ്ങനെ നീണ്ടുപോകുന്നത് കൊണ്ട് തൊഴിലാളികൾക്ക് കൃത്യമായിട്ട് പണിയെടുക്കാൻ വേണ്ടി കഴിയുന്നില്ല. എപ്പോഴും പണിക്കാരുടെ തിരക്കും അതുപോലെ തന്നെ വാഹനത്തിൻ്റെ തിരക്കൊക്കെ വന്നപ്പോൾ ബ്ലോക്കാകുമ്പോൾ നമ്മൾ വണ്ടി മാറ്റി കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നു. ഞങ്ങൾക്ക് കൃത്യമായിട്ട് പണി കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. അപ്പോൾ ഇതെത്രയും പെട്ടെന്ന് പരിഹരിക്കണം. എല്ലാവരെയും എല്ലാ റോഡ് വികസനവും എല്ലാ ഭാഗത്തും കൃത്യമായി വികസനത്തിന് നിർദ്ദേശിച്ച സ്ഥലങ്ങൾ എടുത്തുകൊണ്ട് കല്ലാച്ചി ടൗണിൻ്റെ വികസനം പൂർത്തീകരിക്കണമെന്നാണ് ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് വേണ്ടി നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ കെട്ടിടങ്ങൾ അപകടാവസ്ഥയിലാണ്. ഡ്രൈനേജിന് വേണ്ടി കുഴിയെടുത്തിട്ട് ബിൽഡിങ് ഏത് നിമിഷവും നിലംപറ്റാവുന്ന തരത്തിലാണ് അതിൻ്റെ സ്ഥലം ഇപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത്, സ്ഥാപനം ഇപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അപകടം ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം ഇതിനൊരു പരിഹാരം കാണുന്നതിന് മുമ്പേ നല്ലത് ഇത് ഒന്ന് പരിഹരിച്ച് പോക്കാണ്. എത്രയും പെട്ടെന്ന് ഇതൊന്ന് അതിൻ്റെ നല്ല രീതിയിൽ പരിഹരിച്ച് ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇതൊന്ന് മാറ്റിത്തരാൻ വേണ്ടി അധികൃതർ ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. നാദാപുരം സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപ സമാഹരണം തുടരുന്നു. നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ. കേരള സർക്കാരിൻ്റെ നിക്ഷേപ ഗ്യാരണ്ടി സ്കീമിൻ്റെ പരിരക്ഷ. നാദാപുരം സർവീസ് സഹകരണ ബാങ്ക് 70 വർഷത്തെ സേവന പാരമ്പര്യം, വിശ്വാസ്യത, സുരക്ഷിതത്വം. സഹകരണ മേഖല നാടിനായി, നാട് സഹകരണ മേഖലയ്ക്കായി.